നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് പിൻവലിച്ചു. ഫിലിം ചേംബറിന്റെ നോട്ടീസിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത്. നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവ് ജി സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് മോഹൻലാൽ അടക്കമുള്ളവർ ഷെയർ ചെയ്തിരുന്നു. കുടുംബത്തിലുണ്ടായ വിഷയം അവിടെ തന്നെ പറഞ്ഞു തീർത്തെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് പറഞ്ഞു. സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിൽ ഞങ്ങളുടെ മറ്റേ ചേംബറിൻ്റെ മെമ്പർമാരവർ രണ്ടുപേരും. അപ്പോൾ ആ ചേംബറിൻ്റെ മെമ്പർമാരായിട്ടുള്ള രണ്ടുപേരുണ്ടായിട്ടുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൽ വന്ന സംസാരത്തിൽ വന്ന കാര്യങ്ങൾ, അത് നമ്മൾ ചേംബർ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലേക്ക് ആന്റണി പെരുമ്പാവൂരായിട്ട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിനുണ്ടായ ആ പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറ്റി സുരേഷ് കുമാർ പറഞ്ഞതിനെ പറ്റി ബുദ്ധിമുട്ട് അത് സുരേഷ് കുമാർ പിൻവലിച്ചതാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധപ്പെട്ടില്ല, ആന്റണി പെരുമ്പാവൂരിന് ശ്രദ്ധപ്പെട്ടില്ല. പക്ഷേ ആന്റണി പെരുമ്പാവൂരിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് അത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലുണ്ടായ വിഷയം ഞങ്ങൾ സംസാരിച്ച് തീർത്തു, അത്ര ഉള്ള. അതിനപ്പുറം വേറെ ഒന്നുമില്ല. വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരു വലിയൊരു തലത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ, ഇപ്പോൾ ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് പറയുന്നത് സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പോലെ അത് പരിഹരിച്ചു, രണ്ടുപേർ തമ്മിലുണ്ടായ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. സിനിമാ തർക്കം പൂർണ്ണമായും സമവായത്തിലേക്ക് നീങ്ങി എന്ന് പറയാനാകുമോ? നിലവിൽ സിനിമാ തർക്കം പൂർണ്ണമായും സമവായത്തിലായെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കത്തിനാണ് ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ എമ്പുരാന്റെ കണക്കുകളടക്കം പറയുന്നു. അത് ആന്റണി പെരുമ്പാവൂരിനെ ചൊടിപ്പിക്കുന്നു. സമരപ്രഖ്യാപനം അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പരസ്യമായ വിശദമായ കുറിപ്പ് തന്നെ ആന്റണി പെരുമ്പാവൂർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് അഭിനേതാക്കൾ ഷെയർ ചെയ്തു. അതാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അതിന് പിന്നാലെയാണ് ജി സുരേഷ് കുമാർ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുകയും ഫിലിം ചേംബർ സുരേഷ് കുമാറിന് പിന്തുണ നൽകിക്കൊണ്ട് ആന്റണി പെരുമ്പാവൂരിനോട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. അവിടെയും ഒരു സമവായത്തിന് സാധ്യതയുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒരു നിർണായക സമ്മർദ്ദവും നീക്കവും ഉണ്ടായത്. അങ്ങനെയാണ് ഫിയോക്കിന്റെയും അതോടൊപ്പം തന്നെ ഫിലിം ചേംബറിന്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും പ്രസിഡന്റുമാർ ഒരുമിച്ച് നിന്ന് ഓൺലൈൻ മീറ്റിംഗ് വഴി സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂരുമായി ചർച്ച നടത്തിയ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവിടെ ആ ചർച്ചയ്ക്ക് ശേഷമാണ് ആന്റണി പെരുമ്പാവൂർ ആ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് താൻ സംഘടനയ്ക്കൊപ്പം നിൽക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ താൽക്കാലികമായി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്തെ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയുകയും ചെയ്യാം. മറുവശത്തുള്ളത് പ്രതിഫല വിഷയം, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഇരട്ട നികുതിയുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സൂചന പണിമുടക്കുമാണ്. അതിനോട് അഭിനേതാക്കളുടെ സംഘടന പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല. മാത്രമല്ല നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്തും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് സംഘടന പോകാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതുകൂടി മാത്രമേ സിനിമാ മേഖലയിലെ തർക്കം അവസാനിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. പ്രതിഫല വിഷയവും സമരപ്രഖ്യാപനവും വലിയൊരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് ചേരിതിരിഞ്ഞുള്ള ഒരു തർക്കത്തിന് അതിനൊരു പരിസമാപ്തി ആയിരിക്കുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ ആദ്യഘട്ടത്തിൽ കുടുംബത്തിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും അതിനുശേഷവും സുരേഷ് കുമാർ അടക്കം നിലപാടിൽ ഉറച്ചു നിന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഫിയോക്കിന്റെ ഫിലിം ചേംബറിന്റെ പ്രതിനിധികൾ ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചർച്ചയിലൂടെയാണ് ഈ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്.